ഉച്ചയ്ക്ക് ചോറിന്റെ കറികൾ തട്ടിക്കൂട്ടുന്ന ദിവസങ്ങളിൽ രാത്രി അല്പം ഗ്രാൻഡ് ആക്കിയില്ലെങ്കിൽ എന്തോ ഒരു ഉറക്കം വരാത്ത പോലെയാണ്. എന്നാൽ പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ പുട്ടാണോ ഗ്രാൻഡ്, ഇങ്ങനെ ഒന്ന് പുട്ടുണ്ടാക്കി നോക്കൂ, നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. അതും ബീഫും കൂടെ ഉണ്ടെങ്കിലോ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ പുട്ടിന്റെ മാവ് കഴിക്കുന്ന സമയത്ത് നമ്മൾ മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിട്ട് ജസ്റ്റ് ഒന്ന് കിറുന്ന ആ സൗണ്ട് കേട്ട് കാണുമല്ലോ അല്ലേ, അങ്ങനെ കറക്കിയെടുത്താൽ നല്ല കട്ടയൊന്നുമില്ലാത്ത അടിപൊളി മാവ് കിട്ടും കേട്ടോ. പ്രാളത്തിനിടയിൽ പുട്ടുകുറ്റിക്കകത്ത് മാവ് വാരി ഇടുമ്പോൾ ചില്ലുണ്ടോ എന്ന് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചോളേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുത്തു കുറച്ച് മാവും, അങ്ങനെയാണ് ഞാൻ ഇടാറ് കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ കിട്ടി, നല്ല ഉടഞ്ഞ് ഒന്നും പൊടിഞ്ഞു പോകാത്ത നല്ല അടിപൊളി പുട്ടാണ് കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് പുട്ട്. ഇതിന്റെ കൂടെ കറിയായിട്ട് ചിക്കനോ ബീഫോ ഇച്ചിരി കട്ടൻ ചായ ഉണ്ടെങ്കിൽ പിന്നെ പുട്ട് തീരുന്നേ അറിയില്ല. ചൂടോടെ കഴിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി കൊണ്ട് വെച്ചാലും ഓരോരുത്തരും ഓരോ മൂലയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതാണ് എനിക്ക് ഏറ്റവും പാട്. തൻകുട്ടിയാണെങ്കിൽ ആകെ പ്രശ്നത്തിലാണ് കേട്ടോ. ആദ്യം കഴിക്കാൻ വന്നിരുന്നപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞതിന്റെ പിണക്കത്തിലാണ്. അവസാനം ചേട്ടൻ ചെന്ന് വലിച്ചു പൊക്കി നമ്മുടെ തനുക്കുട്ടി എടുത്തു. അടുത്ത സാധനത്തിന് പൊക്കാൻ ഞാൻ പോയിട്ട് നടന്നില്ല, പിന്നെ ചേട്ടൻ പൊക്കിക്കൊണ്ട് വരുന്ന കേട്ടോ. അതിനിടയിൽ ഞാനും തനുക്കുട്ടിയും കൂടെ കഴിച്ചു. ഞാനും ഇച്ചിരി സാമ്പാർ കൂട്ടിയാട്ടോ കഴിച്ചത്.